ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണിത്. എന്താണ് യോസഫിൽ പറയാനുള്ളത്? വെരി എക്സൈറ്റഡ്. നമ്മൾ കുറെ നാളായിട്ട് വ്ളോഗ് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കണം, പക്ഷെ പറ്റിയില്ല. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് വ്ളോഗ്. ഇന്ന് ഈ കുട്ടിയുടെ ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പോ നമുക്ക് കുറെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുറെ ഗിഫ്റ്റ് കിട്ടി. അപ്പൊ നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതും പിന്നെ കുറെ പഠിക്കാനൊക്കെ ഉണ്ട്. ഈ റൂമിലുള്ളത് മാത്രം എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, വെയിറ്റ്. നമുക്ക് ആദ്യത്തത് പൊട്ടി. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുന്നു. നമ്മളിത് ഓപ്പൺ ചെയ്തത് ഇത് എന്റെ റൂമിലൊക്കെ ഉള്ളതാണ് എന്റെ ഫേവറേറ്റ്. അത് ആദ്യം ഇത് കാണിക്കണം. അവര് കണ്ടില്ലല്ലോ. ഇതിനകത്ത് ആദ്യം ബർഗർ. ഇത് ഞാൻ ഗൈസ്, ഞങ്ങൾ മിസ്റ്റർ DIY പോയപ്പോഴത്തേക്ക് ഫിദാച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പം ഫിദാച്ചിയുടെ ബർത്ത്ഡേക്കും ഫിദാച്ചിനെ ഇങ്ങനെ കടയിൽ കൊണ്ടുപോയിട്ട് ഫിദാച്ചി തുടർന്ന സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊടുക്കാറ്. വെയിറ്റ്, ഇതിന്റെ ക്രെഡിറ്റ്സ് കൊടുക്കുക ഗൈസ്. ഇതാ വാങ്ങിയത് അർഫത്താണ് വാങ്ങിയത്. നന്ദിയുണ്ട് അർഫത്ത്. ഞാൻ പറഞ്ഞപ്പോ തന്നെ എന്റെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞ സാധനങ്ങൾ തന്നെ അർഫത്ത് വാങ്ങിയിരിക്കുന്നു. എന്റെ റൂമിൽ വെക്കാൻ കുറച്ച് മിനി പ്ലാന്റ്സ്, അതുമെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഓക്കെ, അടച്ചു. കുറച്ച് മിനി പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് വേറെ ഗിഫ്റ്റ് വന്നിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ഗിഫ്റ്റ് ഒക്കെ വരുന്നു. കുറച്ച് മിനി പ്ലാന്റ്സ് ഉണ്ട്. ഐ ആം സോ എക്സൈറ്റഡ്. ഈ സാധനം ഇപ്പൊ നമ്മള് നമ്മുടെ പെരാസ്റ്റോലിക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അവരുടെ പേഴ്സണൽ യൂസിന് പറ്റിയ സാധനം. പേഴ്സണൽ യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും. അപ്പൊ വിദാച്ചിക്ക് ആ ബർഗർ ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കൊടുത്തു. ഓക്കെ ഗൈസ്, അടുത്തതായി നമുക്ക് ഞാൻ പിടിക്കാം. ഇത് തന്നത് നാദിയാണ്. താങ്ക് യു നാദിയ. ഇത് എന്റെ വീടിന്റെ തീമായിട്ട് നല്ല മാച്ച് ആവുന്ന പോലെ എനിക്ക് തോന്നി. എസ്തെറ്റിക്സുമായിട്ട് മാച്ച് ആവുന്നതാണ്. ഇത് എഴുതിയിരിക്കുന്നത് മാഷാ അല്ലാ. വ്ളോഗ് എടുക്കോ? മാറിക്കോ. യൂട്യൂബിൽ ഇടാനുള്ളതാണ്. മാറിക്കോ. ഈ സംഭവമാണ് നാദ്യ തന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എസ്തെറ്റിക് ആയിട്ട് മാച്ച് ആവുന്നു. നാദ്യ. അടുത്തതായി this box by Aisha from Femina. ഇതാരാ അറിയത്തില്ല. എടുത്ത് ഞാൻ പഠിക്കാം. ഇതെന്തെന്ന് ഞാൻ ഗസ് ചെയ്യട്ടെ. ദിസ് ഇസ് ഗ്ലാസ്. അല്ല, സെല്ലോടെ ഗ്ലാസ് ആണത്. അയ്യോ ഗൈസ്, നല്ല ക്യൂട്ട് ഗ്ലാസ്. ഇത് ഇവിടെ ഇരിക്കില്ലേ? പിന്നെ ഇതില്ല. ഇത് ഇവിടെ ഗ്ലാസ് ഓൾറെഡി കുറവാണ്. ഓക്കെ, ഇത് കൊണ്ടായിരിക്കും. അടുത്ത ഞാൻ പൊട്ടിക്കാം. ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. എന്തോ ഒരു പാവ എന്തോന്നു. ഇത് ഫ്ലവർ വേസ്. ഈ വീട്ടില് കൊറേ ഫ്ലവർ വേസ് ഇപ്പൊ തന്നു കഴിഞ്ഞു. കാരണം വീടിന് ഈസ്തെറ്റിക്കുമായിട്ട് മാച്ച് ആവുന്നത് ഫ്ലവർ വേസ് മാത്രമേ. ഇനി ഫ്ലവർ വേസ് വെക്കാൻ സ്ഥലമുണ്ടോ? എല്ലാം ഫിദായുടെ റൂമിൽ അങ്ങോട്ട് മാറ്റി വെക്കും. നെക്സ്റ്റ് ഒരു ഫ്രെയിം ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇതിനകത്തും മാഷാള്ള ആണ്. അപ്പൊ ആ മാഷാള്ള എന്റെ റൂമിൽ ഞാൻ വെക്കുവേ. ഹറാമായിട്ടുള്ള നിന്റെ റൂമിൽ എന്താണ് മാഷാള്ള? ഇതെനിക്ക് ആദ്യം കൊണ്ടുതന്നതാ എന്റെ ഫ്രണ്ടാ. മാഷാള്ള. ഇത്രയും മാഷാള്ള വീടിന്റെ എവിടെ വെക്കാം? 4 മാഷാള്ള അങ്ങണ്ട്. അറിയില്ല, ഞാൻ ചുമ്മാ കളിയത. അടുത്തൊരു പെറ്റ്. അവിടെ നിന്ന് പെറ്റ് പഠിച്ചാവും. അയ്യോ, ഇതെന്തുവാ? വീണ്ടും കാസ്ട്രോഡ്. അതൊന്നും ആ വീഡിയോക്കകത്ത് കാണിക്കുക. നമ്മൾ അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇതെന്തോന്ന് ഞാൻ ഗസ് ചെയ്യട്ടെ. ക്ലോക്ക്. കാസ്ട്രോഡ് ആണിത്. ഞാനിതൊന്ന് തുറക്കട്ടെ. ഇത് അടുത്ത വീഡിയോ എടുക്കാം. വീടിന്റെ എസ്തെറ്റിക് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇത് ഗസ് ചെയ്തത് പോലെ തന്നെ എന്തോ. പേരൊന്നും ഇല്ല. പേരില്ലടി എനിക്കതില്. ഇതാരാ? ഷെറഫുദ്ദീൻ ആർട്ടിസ്റ്റ് ടെസ്റ്റിംഗ് സെന്റർ. സോറി ഗൈസ്, ദിസ് ഈസ് പ്ലേറ്റ്.
എന്താണ് വ്ലോഗാണ്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ കേൾക്കും കേട്ടോ ഇതിനകത്ത്. ആ ഓടാ ഇതെനിക്ക് എന്തിനാന്നറിയാവാ? ഇത് തന്നെ എന്തോ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പോകുമ്പോ എനിക്ക് കൊണ്ടുപോകാൻ കെറ്റിലാണോ? എന്ത് കളി നമുക്ക് അവിടെ സെൻസർ സാധനം കേട്ടു. ഇത് എനിക്ക് കൊണ്ടുപോകാനാണ്. ഇത് ആർക്കും തരത്തില്ല. കൈ തൊടാനും വന്നതിനെ കൈ മടക്കി വെച്ചോ. ലക്ഷ്മി അതാരാ? മറിയു ഫഹിമ. ഫൈമാൻ എങ്ങനെയാണ് സേവാക്കി? ഞാൻ പിടിക്കാം. മൈജിയിലത് ഞാൻ പിടിക്കാം. മൈജിന്റെത് ആരോ മൈജിയുടെ കവറുമായിട്ട് കയറി. മൈജിയുടെ കവറുമായിട്ട് ആരോ കയറി. സോഫ. ഓക്കെ ഗൈസ്, സോഫ. ഇനിയുണ്ടെന്ന് പറയാ. സോഫ നമുക്ക് തന്നിരിക്കുന്നത് എന്താന്ന് ഗസ് ചെയ്യൂ. രണ്ടും കൂടെ മൂന്ന് കയറിയിരിക്കുക. ഞാൻ കണ്ടായിരുന്നു അപ്പം കണ്ടില്ലേ? താങ്ക് യു സ്വഫ. ഈ വ്ലോഗ് കണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് ലാസ്റ്റ് കാണിച്ചു. അതൊന്നും എടുത്ത്. ഇത് ബൈ അഹമ്മദ് ഷംസാൻ. ഇത് ബിന്ദുവിന്റെ. Oh my god, I think this is a huge. ശരി. ഇത് കൊള്ളാല്ലേ? സാലിഹ സലീം റിസ്വാന സലീഖ് കൂട്ടുകാരിയാണോ? അല്ലല്ലോ. ഓക്കെ ഗൈസ്, ഇത് ഐഷുവിന്റെ കൂട്ടുകാരിയുടെ ആണ്. ഗിഫ്റ്റ് ആരാന്നൊന്നും ഇല്ല. അങ്ങ് നമ്മളൊന്ന് പൊട്ടിച്ചേക്കാറില്ലേ? ഒരു രണ്ടെണ്ണം കൂടെ തരുവാ. ആക്ച്വലി നമ്മളാണ് ഇപ്പൊ എന്നെ കൊച്ചിനെ ഇതൊക്കെ പഠിപ്പിച്ച് വിട്ടതാണ്. ഞാൻ ഉറക്കാം. അതല്ലേ ഞാൻ ഇങ്ങനെ ഉറക്കുന്നു. ഞങ്ങളും പുതിയാറുള്ള കേട്ടോ. ഐശുവിന്റെ കൂട്ടുകാരികള് കൊണ്ടുവരുന്ന ഗിഫ്റ്റിന് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കും. നമ്മുടെ കൂട്ടുകാരികൾക്ക് പട്ടി വരും. എന്താ കഴിച്ചിങ്ങനെ? നിങ്ങൾ കമന്റ് ചെയ്യൂ. ഇത് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടത്തോന്നും 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി ചിരിക്കണ്ട. തുറക്കാന്ന് ഇതെന്തുവാ ഇത്? ഞാനാണെങ്കിൽ അവരുടെ എഫേർട്സിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് തുറക്കുന്നത് കേട്ടോ. ഞാൻ ഇത് പൊതിഞ്ഞവരുടെ എഫേർട്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. வாழ்க்கை என்பதே அன்பினில் அன்பினில் ഇതാച്ചാണ് കുത്തി തള്ളി നമ്മൾ അതുകൊണ്ട് പയ്യെ തുറക്കും. കണ്ടോ എന്റെ ഈസ്റ്ററിക്സ് എന്തിന്? അത് 10 രൂപയുടെ ഒരു ഗിഫ്റ്റ് പേപ്പർ വാങ്ങിയാ പോരെ? ലാസ്റ്റ് അഹാന വന്ന് എന്നെ റിപ്പോർട്ട് അടിച്ചു പോകണമെങ്കിൽ സൂപ്പർ. ഇതിനകത്താണ് ഞാൻ ഇനി മുഖത്തിടാനുള്ള സാധനങ്ങളൊക്കെ ഇളക്കാൻ പോകുന്നത്. ഇത് ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം ഫൈമാക്ക്, ഒരെണ്ണം ഐഷുക്ക്. ഞാൻ എന്ത് മുഖത്തിളക്കാൻ. ഓക്കെ ഗായ്സ്, അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുമില്ല, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.